നമ്മുടെ DH ചാനലിൽ വില്ലാളി നസ്രീൻ എന്ന ചെറുകഥ ഒരു കുറലോവ്യമായി നിങ്ങൾക്ക് നൽകുന്നത് ഷഫ്ന എം. സാംസൺ ക്രിസ്ത്യ മതത്തിൽ അതീവ ഭക്തിയുള്ളവനായിരുന്നു. എന്നാൽ എല്ലാ മതങ്ങളിലുള്ള ആളുകളുമായി അടുത്തു പഴകുന്നവനാണ്. മറ്റു മതവിശ്വാസികൾ അവരുടെ ദൈവങ്ങൾക്ക് സമർപ്പിക്കുന്ന നിവേദ്യങ്ങൾ വാങ്ങി സന്തോഷത്തോടെ കഴിക്കുമായിരുന്നു. മറ്റു ക്രിസ്ത്യാനികൾ പരിഹസിച്ചാൽ യേശുക്രിസ്തു തൻ്റെ ഹൃദയത്തിൽ വസിച്ചിരിക്കുന്നു, ഇനി എന്നേക്കുമായി എൻ്റെ ഉള്ളിൽ നിലനിൽക്കും എന്ന് അവൻ പറയും. അവനൊരു റേസ് കുതിര വിൽപ്പനക്കാരനോട് ജോലി ചെയ്തിരുന്നു. അവിടെ ലഭിച്ച ശമ്പളം ദിവസത്തിൽ 3 നേരം ഭക്ഷണം കഴിക്കാൻ പോലും മതിയായിരുന്നില്ല. സാംസന്റെ ജീവിത പര്യന്തം സുഹൃത്തായ ജലീൽ ഒരു കൂലി തൊഴിലാളിയായിരുന്നു. ഇരുവരും തന്നെ ഫുട്ബോൾ ആരാധകരായിരുന്നു. പരിശീലകരിൽ നിന്ന് പഠിച്ച കഴിവുകൾ ജലീൽ സാംസണിന് സൗജന്യമായി തന്നെ പഠിപ്പിച്ചു. 13-ാം വയസ്സിൽ തന്നെ വിവാഹം കഴിക്കപ്പെട്ട ജലീലിന്റെ സഹോദരി തൻ്റെ അയോഗ്യനായ ഭർത്താവ് ഇതിനകം വിവാഹിതനാണെന്നും അവന് 2 കുട്ടികൾ ഉണ്ടെന്നും അറിഞ്ഞതോടെ അവനെ തള്ളിപ്പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്നു. നസ്രീൻ വില്ലമ്പ് എയ്വതിൽ ഏറെ പ്രാവീണ്യമുള്ളവളായിരുന്നു. സാംസൺ കുതിരശാലയിൽ ജോലി ചെയ്തിരുന്നതിനാൽ ഇവർ മൂവർക്കും കുതിരസവാരി സൗജന്യമായി ലഭിച്ചു. അപ്പോൾ 2 രാജ്യങ്ങളിൽ തമ്മിൽ നടക്കുന്ന ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ ജലീൽ സെലക്ഷൻ നേടുന്നു. മത്സരം തുടങ്ങാൻ കുറച്ച് മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുമ്പോൾ ജലീൽ തനിക്ക് വയറുവേദനയുണ്ടെന്ന് പറഞ്ഞ് അഭിനയിക്കുന്നു. തൻ്റെ പകരം സാംസണ് കളിക്കാൻ അയക്കുന്നു. ആ മത്സരത്തിൽ സാംസൺ അടിച്ച ഒരു ഗോളിയിലൂടെയാണ് ജയിക്കുന്നത്. ഒരേ ദിവസത്തിൽ തന്നെ സാംസൺ ഹീറോയാകുന്നു. വിജയ ട്രോഫി കയ്യിലെടുത്തപ്പോൾ സാംസൺ ഒരു തീരുമാനമെടുക്കുന്നു. കളിക്കാൻ അവസരം നൽകിയ ജലീലിനും ചെലവിനായി സ്വന്തം പണപ്പെട്ടി പൊളിച്ച് പണം നൽകിയ നസ്രീൻ ഫാത്തിമയ്ക്കും എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് അവൻ മനസ്സിലാക്കുന്നു. ദാരിദ്രനായ സാംസൺ നസ്രീനെ വിവാഹം കഴിക്കാനാണ് തീരുമാനിക്കുന്നത്. അതിനായി മുസ്ലിമായി മാറാനുള്ള തയ്യാറെടുപ്പുകളും ആരംഭിക്കുന്നു. അതിനിടെ അടുത്തുള്ള ഗ്രാമത്തിലെ ഒരു കുതിര വ്യാപാരി നസ്രീനെ വിവാഹം കഴിക്കാൻ ആലോചിക്കുന്നു. അവളെ തട്ടിക്കൊണ്ടുവരാൻ ആളുകളെയും അയക്കുന്നു. സാംസൺ ഇതിന് തടസ്സമെന്ന് കരുതി അവനെ കൊല്ലാൻ തീരുമാനിക്കുന്നു. കൊലയാളികൾക്ക് പ്രതിഫലമായി 1000 സ്വർണ്ണ നാണയങ്ങൾ നൽകുമെന്ന് അവൻ വാഗ്ദാനം ചെയ്യുന്നു. ഈ സംഭവം കേട്ട ജലീലും നസ്രീനയും എന്തു വന്നാലും സാംസനെ രക്ഷിക്കണമെന്ന് സത്യം ചെയ്യുന്നു. അതിനു മുമ്പ് സാംസണും നസ്രീനും ഇസ്ലാമിക രീതിയിൽ നിശ്ചയം നടത്തുന്നത് എല്ലാവർക്കും സുരക്ഷിതമായിരിക്കുമെന്ന് അവർ തീരുമാനിക്കുന്നു. അതനുസരിച്ച് നസ്രീന തൻ്റെ വില്ലും അമ്പുകളും എടുത്ത് രാത്രിയിൽ ഒറ്റയ്ക്ക് കുതിരപ്പുറത്ത് സാംസൺ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവനോട് അടുത്ത ദിവസം നടക്കുന്ന നിശ്ചയത്തിന് വേഷം മാറി വരാൻ പറയുകയും അതേ രാത്രി തന്നെ വീട്ടിലേക്ക് തിരികെ പോവുകയും ചെയ്യുന്നു. അപ്പോഴാണ് സാംസനെ കൊല്ലാൻ അയച്ചിരുന്ന കൊലയാളികളിൽ ഒരാൾ നസ്രീനയെ തിരിച്ചറിയുന്നത്. നിൽക്കൂ, നീ നസ്രീന തന്നെയല്ലേ എന്ന് അവൻ വിളിച്ചു പറയുന്നു. അതിന് അവൾ, അതെ, ഞാൻ നസ്രീന തന്നെയാണ്, നസ്രീന തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിമിഷത്തിനുള്ളിൽ അവൻ്റെ മേൽ അമ്പെയ്ത് അവനെ കൊന്നുകളയുന്നു. അടുത്ത ദിവസം നസ്രീനയുടെ വീട്ടിൽ സാംസൺ നസ്രീന നിശ്ചയം സമാധാനപരമായി നടക്കുന്നു. അവിടെയുണ്ടായിരുന്ന എല്ലാവരും അവർക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ചു. അടുത്ത ദിവസം സാംസൺ തൻ്റെ താമസ സ്ഥലത്തേക്ക് പോകുന്നു. അവൻ്റെ സുരക്ഷയ്ക്കായി ജലീലും നസ്രീനും 2 കുതിരകളോട് പിന്നാലെ പോകുന്നു. മുമ്പ് അയച്ച ആളുകളെ കൊന്നതറിയാതെ വീണ്ടും കുതിര വ്യാപാരി 2 കൊലയാളികളെ അയക്കുന്നു. ദൂരത്തിൽ നിന്ന് സാംസണും അവനോടൊപ്പമുള്ള മൂവരെയും കണ്ടു എന്ന് കൊലയാളികളിൽ ഒരാൾ പറഞ്ഞു. അത് സാംസണാണ്, അവനെ കൊല്ലാം, 1000 സ്വർണ്ണ നാണയങ്ങൾ പകുതിയായി പങ്കിടാം എന്ന് കൊലയാളികളിൽ ഒരാൾ പറഞ്ഞു. നിങ്ങളെ ജീവനോടെ വിട്ടാൽ മാത്രമേ പങ്കിടാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് നസ്രീൻ വില്ല് അമ്പ് ശക്തമായി ചെയ്യുന്നു. ആദ്യ അമ്പ് മുന്നിൽ വരുന്ന ആളിൻ്റെ കഴുത്തിൽ തുളച്ച് അവനെ കൊന്നു. മറ്റൊരാൾ എന്താണ് സംഭവിച്ചു എന്ന് മനസ്സിലാക്കും മുമ്പ് നസ്രീൻ എയ്ത 2ാമത്തെ അമ്പ് അവൻ്റെ ഹൃദയത്തിൽ തുളച്ച് അവനെയും കൊന്നു. താൻ വലിയ കുറ്റം ചെയ്തു എന്ന ബോധത്തോടെ നസ്രീൻ തൻ്റെ സഹോദരനെ നോക്കി. ജലീൽ അവളോട് പറഞ്ഞു, നീ ചെയ്തത് തെറ്റല്ല,
ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഒരു മുഴുവൻ സമൂഹത്തിനും നശിച്ച പേരുണ്ടാക്കും. നീ ഭയപ്പെടേണ്ട, ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം എപ്പോഴും നമ്മുടെയൊപ്പം ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ 3 മരണങ്ങളും രാജ്യത്താകെ വലിയ സംസാര വിഷയമായി മാറി. ജനങ്ങൾ എല്ലാം നസ്രിനെ പിന്തുണച്ചു. അവൾ നടത്തിയ കൊലപാതകങ്ങൾ ന്യായമാണെന്ന് ആ രാജ്യത്തിന്റെ രാജാവിനും തോന്നി. സ്വന്തം മതം വിട്ട് നന്ദിയുള്ള മനസ്സോടെ ഇസ്ലാം സ്വീകരിച്ച യുവാവായ സാംസണിനെ കൊലയാളിയിൽ നിന്നും രക്ഷിച്ചതിനാൽ നസ്രിന് രാജാവ് മാപ്പ് നൽകി. കൊലപാതക കുറ്റത്തിന് ലഭിക്കേണ്ട ശിക്ഷയിൽ നിന്ന് അവളെ ഒഴിവാക്കി. അതിനുശേഷം സാംസണും നസ്രീനും തമ്മിലുള്ള വിവാഹം സന്തോഷത്തോടെ നടന്നു. അവർ ചേർന്ന് ഒരു പുതിയ തലമുറ സൃഷ്ടിച്ചു. എന്നാൽ ഈ വിവാഹം മൂലം പല തർക്കങ്ങളുണ്ടായി. ചിലർ പറഞ്ഞു സാംസൺ തൻ്റെ പഴയ മതം പൂർണ്ണമായി വിട്ടു. മറ്റു ചിലർ പറഞ്ഞു അവൻ അത് മറന്നില്ല. വേറെ ചിലർ പറഞ്ഞു സാംസണും നസ്രീനും ഇരുവരും യേശു നബിയെ ആദരിച്ചു. കാരണം യേശു നബി ബൈബിളിലും ഖുറാനിലുമുള്ള പൊതുവായ മഹത്തായ വ്യക്തിയാണ്. ഇരുവരും ചേർന്ന് യേശു നബിക്ക് വലിയ പ്രാധാന്യം നൽകിയെന്ന് മറ്റു ചിലർ വാദിച്ചു. ആമീൻ, ആമീൻ, ആമീൻ.